ദിവസങ്ങളിലൊക്കെ നമ്മൾ കാര്യമായ ജോലിയൊന്നും ചെയ്തില്ലെങ്കിലും വല്ലാത്തൊരു ക്ഷീണം അനുഭവിക്കാറുണ്ടല്ലേ? ജീവിതം തന്നെയാണ് നമ്മളെ തളർത്തുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും മനസ്സിനൊരു ഭാരം. അത് ശരീരത്തിന്റെ ക്ഷീണമല്ല, മനസ്സിന്റെ ക്ഷീണമാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മളെ തളർത്തുന്നത് വലിയ പ്രശ്നങ്ങളല്ല, അത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആവശ്യമില്ലാത്ത ചിന്തകൾ, ആളുകൾ, സമ്മർദ്ദങ്ങൾ, യാതൊരു ആവശ്യവുമില്ലാത്ത താരതമ്യങ്ങൾ, ഇവയൊക്കെ ശബ്ദമില്ലാതെ നമ്മളുടെ ഊർജം എടുത്തുകൊണ്ടിരിക്കും. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകളോട് കുറച്ചു സമയം സംസാരിച്ചാൽ പോലും മനസ്സ് അസ്വസ്ഥമാകും. എന്നാൽ മറ്റു ചിലരോട് സംസാരിച്ചാലോ പ്രശ്നങ്ങളുണ്ടെങ്കിലും മനസ്സ് ശാന്തമാകും. അതാണ് വ്യത്യാസം. നമ്മളെ തളർത്തുന്ന കാര്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? വളരെ ലളിതം. ഒരു കാര്യം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ശാന്തതയാണോ തോന്നുന്നത്, അല്ലെങ്കിൽ വെറും ഭാരമോ? ഒരാളോട് സംസാരിച്ചതിന് ശേഷം മനസ്സ് ലഘുവാണോ, അല്ലെങ്കിൽ ചിന്തകൾ കൂടിക്കൊണ്ടിരിക്കുകയാണോ? ജീവിതം എല്ലായ്പ്പോഴും നമുക്ക് സൂചനകൾ തരുന്നുണ്ട്. നമ്മളാകട്ടെ അത് അവഗണിക്കുന്നു. എല്ലാ തിരക്കുള്ള ജീവിതവും അർത്ഥമുള്ളതല്ല, എല്ലാ പോരാട്ടവും മൂല്യമുള്ളതുമല്ല. ചിലപ്പോൾ നമ്മൾ ക്ഷീണിക്കുന്നത് പ്രഗതി കൊണ്ടല്ല, പക്ഷേ അനാവശ്യ ചിന്തകൾ കൊണ്ടും എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്ന ബാധ്യത കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവർ എന്തു പറയും എന്ന പേടി കൊണ്ടുമാണ്. ഊർജം ചോരുന്ന പ്രധാന കാര്യങ്ങൾ പറയട്ടെ. എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്ന സമ്മർദ്ദം, നിരന്തരം താരതമ്യം ചെയ്യൽ, കഴിഞ്ഞ കാര്യങ്ങളിൽ കുടുങ്ങി ജീവിക്കൽ, വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള അനാവശ്യ പേടി, സ്വന്തം മനസ്സിനെ അവഗണിക്കൽ. ഇനി ഈ ക്ഷീണത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം? വലിയ മാറ്റങ്ങളൊന്നും വേണ്ടെന്നേ, ചെറിയ ചെറിയ തീരുമാനങ്ങൾ മതിയാകും. എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിലേക്ക് അനുമതി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ശാന്തത സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. എല്ലാ കാര്യവും ഏറ്റെടുക്കേണ്ട ബാധ്യതയുമില്ല. ചിലപ്പോൾ ഇല്ല എന്ന് പറയുന്നത് സ്വന്തം മനസ്സിനെ രക്ഷിക്കലാണ്. മറ്റൊരാളുടെ ജീവിതം നിങ്ങളുടെ അളവുകോലല്ല. ഓരോരുത്തരുടെയും സമയം, വഴി, വേഗം ഇവയൊക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് സ്വയം താരതമ്യം ചെയ്യൽ നിർത്തുക. മനസ്സിനെ തളർത്തുന്ന ശീലങ്ങൾ കുറക്കുക. ആവശ്യമില്ലാത്ത ശബ്ദം, ഒരാവശ്യവുമില്ലാത്ത തിരക്ക്, ആവശ്യമില്ലാത്ത ശ്രദ്ധ ചിതറൽ. മനസ്സിന് വിശ്രമം വേണം. മനസ്സിന് വേണ്ടത് കുഴപ്പങ്ങളല്ല. മനസ്സിനെ പോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശാന്തത ലഭിക്കുന്ന ഇടങ്ങൾ കണ്ടെത്തുക. ചിലർക്കത് പ്രകൃതിയായിരിക്കും, ചിലർക്ക് നിശബ്ദതയായിരിക്കും, മറ്റു ചിലർക്കാവട്ടെ പ്രാർത്ഥന, വ്യായാമം ഇതൊക്കെയായിരിക്കും. സത്യസന്ധമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടുക. ഇവയൊക്കെയാണ് മനസ്സിൻ്റെ ഭക്ഷണം. അനാവശ്യ ചിന്തകളെ നിയന്ത്രിക്കുക. കാരണം എല്ലാ ചിന്തയും സത്യവുമല്ല, എല്ലാ ഭയവും യാഥാർത്ഥ്യവുമല്ല. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ക്ഷീണിപ്പിക്കുകയാണ്. ജീവിതം നമ്മളെ തളർത്താനുള്ളതല്ല, ജീവിതം എന്നത് നമ്മളെ വളർത്താനുള്ളതാണ്. സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ടാവും, പക്ഷേ അതിനുള്ള അർത്ഥവും ഉണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ശാന്തമാക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അല്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ തളർത്തി